അരമന കോടതികളും മെനകെട്ടവന്മാരും. സീറോ മലബാർ സഭയിൽ അരമന കോടതികളുടെ മറവിൽ ചൂഷണം നടത്തുന്ന കൂതാശ തൊഴിലാളികളെക്കുറിച്ച് കുർബാന തൊഴിലാളികളും അവന്മാരുടെ മതകോടതികളും എന്ന തലക്കെട്ടോടെ ട്രീസ എന്ന യുവതിക്കുണ്ടായ ദുരനുഭവം ഞങ്ങൾ നൽകിയിരുന്നു. ഈ വാർത്ത കണ്ട സമാന അനുഭവമുണ്ടായ അഡ്വക്കേറ്റ് സിബി ചാക്കോ എന്ന വ്യക്തിയുടെ പ്രതികരണം കേൾക്കുക. ITV ചാനലിൽ അതെ, ഞാനിങ്ങനെ നിങ്ങൾ ഇരിങ്ങാലക്കുടയുള്ള സ്ത്രീയുടെ ഒരു ഇതിട്ടത് ഞാനിങ്ങനെ കണ്ടു. എൻ്റെ പേര് സിബി ചാക്കോ. ഞാൻ വിളിച്ചത് അതിനകത്ത് പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുപോലുള്ളൊരു ഭാഗമാക്കാൻ വേണ്ടി ഞാൻ വിളിച്ച. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു 5,000 റുപ്പീസ് നമ്മുടെ ഈ RCക്ക് മാത്രമേ ഉള്ളൂ. 5,000 റുപ്പീസ് ഇവർ വാങ്ങിക്കുന്നുണ്ട് ചാർജായിട്ട്. അതിൽ നിങ്ങൾ ടച്ച് ചെയ്തില്ല. അതൊരു മെയിൻ ഘടകമായിരുന്നു അതിനകത്ത് ടച്ച് ചെയ്യണത്. കാരണം ഈ ബാക്കി ഏത് സഭയ്ക്കും 10 പൈസയില്ല. നമ്മുടെ RCക്ക് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ 5,000. അത് വാങ്ങിക്കുന്നത് ഞാൻ അവരോട് ഉടക്കിയതാണ്. അതായത് വാങ്ങിക്കുന്നത് 2 അച്ഛന്മാരോ, ഒന്ന് പ്രായമുള്ള അച്ഛനും ഒരു ചെറുപ്പക്കാരനായിരിക്കും. ചെറുപ്പക്കാരൻ അച്ഛൻ വക്കീലാണെന്നും മറ്റൊരു ജഡ്ജാണെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. പാൻറ് ഷർട്ടും ആയിരിക്കും. അപ്പൊ അത് വാങ്ങിച്ചൊരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വേറും കൂടെ ടച്ച് ചെയ്യാത്തതുകൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കോടതി, സഭാ കോടതി ഇത് വിടുതൽ കൊടുക്കണമെന്ന്, അതായത് ഡിവോഴ്സ് കൊടുക്കണമെന്ന്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. കാരണം ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേറ്ററാണ്. ആ ഒരു സാധനം ഞാൻ ഇവരേക്ക് ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരെനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് ഡൊണേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പാർട്ടിക്കാർ എൻ്റെ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടും 5 പൈസ ആർക്കും തരത്തില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. പിന്നെ എന്ത് കാരണത്താലാണ് നിങ്ങൾ വക്കീൽ ഫീസാന്ന് പറഞ്ഞ് മേടിച്ചതിനകത്ത് ഇത് വാങ്ങിച്ചിരിക്കുന്നത്? ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേറ്റർ, എനിക്ക് വേണ്ട റെസിപ്റ്റിൽ ഡൊണേഷൻ അല്ല വക്കീൽ ഫീ 5,000 എന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. എന്റെ സമാധാനം ഉണ്ടാക്കി കിട്ടിയിട്ടില്ല. അതായത് എനിക്ക് അവിടെ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല ആ സമയത്ത്, ഒരാഴ്ചയായിട്ട്. അപ്പം മുണ്ടാത്തലവൻ അടുത്തിരിപ്പുണ്ട്, അതായത് ജഡ്ജ്. അപ്പൊ പുള്ളി കണ്ണാടി ഇങ്ങനെ താഴോട്ട് വെച്ച് മേളിലോട്ട് നോക്കുന്ന ഒരു ടൈപ്പാ. പുള്ളിക്കാരി പറഞ്ഞേക്കാ ഇറക്കാ, സ്വിച്ച് ഓഫ് ചെയ്ത് വേണം കയറാൻ. കൂടുതൽ ആലങ്കാരികതൊന്നും എൻ്റെ അടുത്ത് കാണിച്ചില്ല. പിന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞു എന്താ, അപ്പൊ അത് ഇന്ന ആളാണ് സിബി ചാക്കോ, ആ പുള്ളിക്കാരന് ഇതിന്റെ അഴിങ്ങോട്ടോ ഫോണിങ്ങോട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മേടിച്ചു. എന്താ പ്രശ്നം? അയ്യോ പ്രശ്നമൊന്നും ഇല്ല അച്ഛാ, പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാ. വക്കീൽ ഫീസ് എന്ന് പറഞ്ഞ് എഴുതി പറഞ്ഞേച്ച് 5,000 രൂപ മേടിച്ചിട്ട് അത് ഡൊണേഷൻ എഴുതിയ അതൊരു ചീറ്റിംഗ് അല്ലേ? പറഞ്ഞാൽ അത് 420 വരും, 400 ഫീസാകും എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് ഞങ്ങൾ അത് നിങ്ങളുടെ കാര്യം. നിങ്ങൾക്കപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് അതൊക്കെ എങ്ങനെ വേണേ തയ്യാറാക്കിയോ, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കൊരു കാര്യമുണ്ടോ, ഒരു വരയിട്ട് ആ വരയ്ക്ക് അപ്പുറം ഇപ്പുറവും ഇല്ല. അത് ആരാണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കട്ടെ, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അവർ തന്നില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഈ ഡിഗ്രിക്കകത്ത് വേണ്ടാത്ത കുറെ സാധനങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചു, അത്ര തന്നെ. മനസ്സിലായില്ലേ? അത് എഴുതി പിടിപ്പിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് നമ്മുടെ കാര്യം എല്ലായിടത്തും സ്ട്രെയിറ്റ്, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും എല്ലാ കാര്യവും നടക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. എനിക്ക് ഡിഗ്രിയൊക്കെ തന്നു. ഡിഗ്രിക്കകത്ത് പിന്നെ ഈ പറഞ്ഞ വേണ്ടാത്ത ഈ ഡിഗ്രിയിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഇതുണ്ട്, അത് നിയമമുണ്ട്. അത് കഴിഞ്ഞുള്ള സാധനമൊക്കെ എഴുതി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സഭയ്ക്ക് ഒരു പരിധിവരെ ആരെയും ഈ ചോദ്യം ചെയ്യാൻ വരത്തില്ല എന്നൊരു ഇതുണ്ട്. അതിന് മേലെയാണ് ഇത് എന്നുള്ള രീതിയാണ് അവരുടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് ആ ഒരു ധാർഷ്ട്യമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അതായത് അവർ പറഞ്ഞ എല്ലാം കറക്റ്റാ. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നത് വളരെ കറക്റ്റായ കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പള്ളി വന്നപ്പോൾ അച്ഛന് കുറച്ചൊക്കെ ഇത് കാണിക്കാനൊക്കെ തോന്നി. ഞാൻ പറഞ്ഞു അതൊന്നും ഇവിടെ നിന്ന് നടപ്പാകത്തില്ല. നമ്മൾ ഒന്നും നടന്നില്ലേ നടക്കണ്ട. അടിക്കുന്ന വഴിയെ പോലെ പോകുന്ന വഴി അടിക്കുന്ന സ്വഭാവം അവർക്കറിയാം. പിന്നെ അതൊക്കെ 2 പള്ളി വേറൊരു അച്ഛനൊക്കെ ഇടപെട്ടെങ്കിൽ ആ അച്ഛനൊക്കെ അതുപോലെ അങ്ങ് മാറി. ഈ സ്ത്രീകൾ വിചാരിച്ചൊന്നും നടക്കത്തൊന്നുമില്ല സത്യം പറഞ്ഞ. പക്ഷെ 1 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്നൊരു നിയമം ഉള്ളത് പറയാൻ കാര്യം, എനിക്ക് ഈ കാര്യം അറിയാം. അത് നമ്മൾ ആദ്യമേ ചെന്നപ്പോഴേ പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ ഒക്കെ ചെല്ലുമ്പോൾ ബഹുമാനം കാണിക്കും. ഞാൻ പറഞ്ഞു അത് ചോദിച്ചു വാങ്ങുന്നതല്ലല്ലോ അച്ഛാ, മനുഷ്യർക്ക് അറിഞ്ഞു തരേണ്ടതല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ ബഹുമാനിച്ചോണം എന്നാണ് ഫസ്റ്റിലെ പറഞ്ഞത്. പിന്നെ നമ്മുടെ ആ ഒരു രീതിയൊക്കെ കണ്ടിട്ടായിരിക്കാം ഇവിടെ വേറൊരാൾ ഇതുപോലെ വന്നിട്ട് അവൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല, തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ടുണ്ട്. ഞാൻ പറയും 1 മാസത്തിനുള്ളിൽ കൊടുക്കണമെന്നൊരു നിയമമുണ്ടല്ലോ. കോടതി ഡിഗ്രി അവർക്ക് കോടതിയിൽ നിന്ന് നമുക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിന് ആനുപാതികമായിട്ട് 1 മാസത്തിനുള്ളിൽ സഭയിൽ നിന്ന് കൊടുക്കണമെന്ന്
മേളിൽ റോമിൽ നിന്നൊരു പുറപ്പടി ഒരു ഡിക്ലറേഷൻ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അവർ ഞാൻ 1 മാസം കൊണ്ട് അത് 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ തരും, കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തരും എന്ന് എൻ്റെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ തിരിച്ച്. അതായത് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഡൈവേഴ്സ് കിട്ടിയിട്ടില്ല, ഇവന്മാര് ഡൈവേഴ്സ് കൊടുക്കുവോ? ഇല്ല. കോടതി കൊടുക്കുവോ? ഇല്ല. പിന്നെ ഇവന്റെ പ്രസക്തി എന്താ ഉള്ളേ? പ്രസക്തി ഇല്ല. അതെ, മറ്റ് കോടതിയിൽ നിന്നും ഇവർ കൺവിൻസ്ഡ് ആയി അവർ അതിനെടുക്കുന്ന ഒരു കാലതാമസം എടുത്ത് അത് ആ ഡൈവേഴ്സ് കിട്ടിയതിന് ശേഷം അത് കിട്ടി മാത്രമേ ഇവനും കൊടുക്കത്തുള്ളൂ. അതെ അതെ, അതിനെ അത് കൊടുക്കാനും നിയമമുള്ളൂ. അങ്ങനെ കൊടുക്കാനുള്ളൂ. പിന്നെ ഇവന്റെ പ്രസക്തി, അതായത് പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചാലും അത് നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഇതിന് ചുരുക്കം പറഞ്ഞാൽ ഒരു ലീഗൽ സാങ്ക്ടിറ്റിയും ഇല്ലാത്ത സാധനമല്ലേ? അതെ അതെ, അത് ശരിയാണ്. നമ്മളിപ്പോൾ പാസ്പോർട്ടോ വേറെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അതിന് ഈ പറയുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ രജിസ്റ്റർ മാരേജിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ് അതിന് വാല്യൂറ്റി ഉള്ളത്. ഈ പള്ളിയിൽ നിന്ന് സഭ തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരിടത്ത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് ഇതിനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല 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 അല്ല, കാണിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഉള്ളതിന് അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ അതും വേറെ ചില കാര്യങ്ങളിലൊക്കെ നിയമപരമായി ഒരു ആവശ്യത്തിന്, അതായത് ഒരു സ്വത്ത് തർക്കം വന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ലിറ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പള്ളിയിലെ ഇവൻ ഈ പൂച്ചാണ്ടികൾ തരുന്ന ഈ സർട്ടിഫിക്കറ്റിന് എന്ത് വിലയാണ് അതിനുള്ളത്? അതിന് യാതൊരു നിയമ വാല്യൂമില്ല. ഇപ്പൊ കൗതാശികമായി അല്ലെങ്കിൽ ഇവരുടെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു മാമോദിസയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റു പരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കാതിരിക്കാം. അതെ അതെ അല്ല, നമ്മൾ മാരേജ് ചെയ്ത് ഇരിക്കുന്നതിന് എന്നുള്ളതിന് ഒരു തെളിവ് കൊടുക്കുന്നതിനും ഇത് അല്ല, അതിനും ഈ നോട്ടറി അറ്റസ്റ്റ് ചെയ്യണം. ഈ സർട്ടിഫിക്കറ്റിന് ബേസ് വെച്ചോണ്ട് ഒരു നോട്ടറി സിഗ്നേച്ചറും സീലും ഉണ്ടായിരുന്നു, അത് ഈ പറഞ്ഞ പോലെ നോട്ടറൈസ് ചെയ്യണ്ടേ? നോട്ടറൈസ് ചെയ്യണം. പിന്നെ ഇവന്മാരുടെ പ്രസക്തി എന്താണെന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? അല്ല, പ്രസക്തി ആള് കൂടിയാൽ പ്രസക്തി ഉണ്ടെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കിട്ടുന്നതാണ് അവരുടെ ഒരു പ്രസക്തി. അത് മനുഷ്യൻ മനസ്സിലാക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ ഒരു 1000കണക്കിന് ആള് സിന്ദാബ, ഇന്ന ആള് സിന്ദാബ എന്ന് വിളിക്കാനുണ്ടെങ്കിൽ നമ്മൾക്കറിയാൻ മേലെ രക്തം തിളയ്ക്കുന്ന അതിന്റെ കൂടെ കാണിക്കുന്ന കാട്ടായം മാത്രമേ ഉള്ളൂ. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അത് പള്ളി വരുമ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞാലും കുർബാനക്കിടെ എന്ത് പറഞ്ഞാലും കേൾക്കാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് അച്ഛൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് അച്ഛന് തന്നെ തോന്നി അച്ഛൻ അതിന്റെ വെളിക്കറിയിരിക്കുമ്പം ബാക്കിയുള്ള ആൾക്കാരും നാണക്കേട് സഹിച്ച് ഒന്നും മിണ്ടാ പുറകോട്ട് മാറുന്നു. ഇത്ര തന്നെ ഉള്ളൂ ഇതിന്റെ ഒരു തത്വം, ഇതിന്റെ ഒരു സൈക്കോളജി. അതിന് ആവിർഭവിക്കുന്നതാണ് ഈ ഇതെല്ലാം. മനസ്സിലായി? ഒരാൾ കല്യാണത്തിന് വന്ന് ചോറുണ്ടു എന്ന് പറഞ്ഞാൽ അവന് നോട്ടീസ് അയക്കാന്ന് പറഞ്ഞാൽ അവരെത്രമാത്രം നാണം കെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ അപ്രമാദിത്വം, അതായത് വീണ് കിടക്കുന്നവനെ വീണ്ടും ചവിട്ടുക എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ ഒരു ബലഹീനത വരുന്ന സമയത്ത് അവന്റെ നെഞ്ചത്ത് കയറി ഇവന്മാര് ചവിട്ടുന്ന ഒരു പണിയല്ലേ അവരുടെ അപ്രമാദിത്വം ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു പണിയല്ലേ ഇവർ ചെയ്യുന്നത്? സത്യത്തിൽ തോന്നിവാസത്തിന്റെ അങ്ങേയറ്റ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഏതെങ്കിലും കാരണം കൊണ്ട് ഈ പറഞ്ഞ ഡിവോഴ്സിന് പോകാം. ഈ ഡിവോഴ്സിന് പോയാൽ അവനെ നാണം കെടുത്തി ആ സഭയുടെ കംപ്ലീറ്റ് ആൾക്കാരെ മൊത്തം അറിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു കർത്തവ്യമാണെന്നുള്ള രീതിയാണ്. അവർ ചെയ്യുന്ന എല്ലാം നല്ലതിനാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, കാണിച്ചു വെച്ച്. എന്താവശ്യത്തിനാണ് ഇവർ 5000 റുപ്പീസ് വക്കീൽ ഫീസ് മേടിക്കുന്നത്? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സാധാരണ കോടതിയിൽ ഇരിക്കു പോയിട്ട് 1500 രൂപയുള്ളൂ. അത് എന്റെ കഴിവുകൊണ്ട് ഞാൻ തന്നെത്താനെ പോയി നടത്തി ആയിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെയും പുറത്താണെങ്കിൽ ചിലർ പൈസ മേടിക്കുന്നുണ്ട്. പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപ മേടിച്ച കഥയൊക്കെ എനിക്കറിയാം. പക്ഷേ വക്കീൽ ഫീസായിട്ട് ഇത്രയും പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഇത് ആപ്പാട് 1000 രൂപ 1500 രൂപ ഇപ്പോഴത്തെ അതിന് കണക്കിന് 250 രൂപ ഉള്ളൂ വക്കീലന്മാർക്ക് മേടിക്കേണ്ട. പക്ഷെ ഇതൊന്നും അറിയാൻ മേല ആൾക്കാർ എഴുതി കൊടുത്താൽ പുറത്ത് ഇത്രയേ ഉള്ളൂ. ഇവർ ചോദിച്ച് വക്കീൽ ഫീസ് ഒരു 5000 രൂപ തരാൻ പറയാതെ ഈ കേസ് എടുക്കത്തില്ല. അത് ആ സ്ത്രീയും മറന്നുപോയി പറയാൻ നിങ്ങളെടുത്ത്. കാരണം അവർ 5000 രൂപ അവിടെ അടച്ചിട്ടുണ്ട്. മനസ്സിലായി? എന്ത് കാരണത്തിനാണ് 5000 രൂപ അടച്ചിരിക്കുന്നത്? വക്കീൽ ഫീസാണ്. എഴുതിയിരിക്കുന്നത് എന്താണ്? ഡൊണേഷൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.